കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഒരു പുതിയകാവ് ഭഗവതി ക്ഷേത്രമുണ്ട്. അതിന് തൊട്ടടുത്ത് ഈ എണ്ണപ്പലഹാരങ്ങൾ വിൽക്കുന്ന ഒരാളുണ്ട്. അവിടെ ധാരാളം എണ്ണക്കടി എന്നാണ് നമ്മളൊക്കെ അവിടെ പറയുക. അപ്പോൾ ഇപ്പോൾ ഈ എണ്ണപ്പലഹാരം വിറ്റുകൊണ്ടിരുന്ന സമയത്ത് അവിടെ പോയി ഒരുപാട് പേര് ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലേക്ക് ഈ എണ്ണപ്പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നത് ഈ നൌഷിർ എന്നു പേരായ ഒരു തട്ടുകച്ചവടക്കാരനാണ്. അയാൾ എന്താ ചെയ്തതെന്നറിയാമോ? ആ എണ്ണപ്പലഹാരം ഉണ്ടാക്കുന്ന എണ്ണയിൽ പ്ലാസ്റ്റിക് ഉരുക്കി ചേർത്തു. പഴംപൊരിയും വടയും എണ്ണക്കകത്ത് പ്ലാസ്റ്റിക് ഇട്ട് ഉരുക്കി ആ എണ്ണയിലാണ് ഈ പഴംപൊരിയും വടയുമെല്ലാം, മുരിഞ്ഞ പഴംപൊരിയും മുരിഞ്ഞ വടയും വിറ്റുകൊണ്ടിരുന്നത്. നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇങ്ങനെ ബോറടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് യാത്രയൊക്കെ അവിടെ എത്തുന്ന സമയത്ത് യാത്രക്കാർക്ക് പഴംപൊരിയും വടയുമായിട്ട് അവിടെ വന്നിരുന്നതിൽ പലതും ഈ പറയുന്ന പ്ലാസ്റ്റിക് എണ്ണയിൽ വറുത്തെടുത്ത പഴംപൊരിയും വടയുമാണ് എന്ന് പിന്നീടാണ് മനസ്സിലായത്. അവരെപ്പോൾ തന്നെ ഇയാളെ കൈയോടെ പൊക്കി. ആൾക്കാർ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അയാൾ പ്ലാസ്റ്റിക് വടയും പ്ലാസ്റ്റിക് പഴംപൊരിയും കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പലരും പറഞ്ഞു അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നല്ല പഴംപൊരിയും നല്ല വടയുമാണ് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ കിട്ടുന്നത്. സംഭവം ഇതായിരുന്നു, പ്ലാസ്റ്റിക് വടയും പ്ലാസ്റ്റിക് പഴംപൊരിയും ആയിരുന്നു എന്നാണ് കേട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, നരകത്തിൽ തന്നെ പോവും അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ.